നമുക്കിന്ന് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകേണ്ടിയിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുറത്ത് പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നമ്മൾ വെയിൽ കാരണം മടിച്ച് നിന്നതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ നല്ല മഴയൊക്കെ പെയ്തെങ്കിലും ഉച്ചയായി കഴിഞ്ഞാൽ എന്നും പൊരിഞ്ഞ വെയിൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ മടിച്ച് നിന്നതാണ് കേട്ടോ. ഇന്ന് എന്തായാലും പോവാ വെച്ചിട്ട് ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോയതാണ് കേട്ടോ. അനിയത്തിയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് അവൾ അങ്ങോട്ട് ടൗണിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞാനും അമ്മയും കൂടെ ഇറങ്ങി. അത്രയും വെയിലായിരുന്നു പുറത്ത്. അതുകൊണ്ട് ബസ്സിൽ കയറിയപ്പോൾ സൈഡ് സീറ്റിലിരുന്നപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു, കാരണം സൈഡിലേക്ക് നല്ല വെയിലടിക്കുന്നു. പക്ഷേ ആ സൈഡിൽ പ്രത്യേകിച്ച് വെയിൽ വന്നില്ല. അങ്ങനെ ഞാനും അമ്മയും വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവാണ്. അമ്മയ്ക്ക് ശരിക്കും ബസ്സിൽ നിന്നൊക്കെ വീഡിയോ എടുക്കണം നല്ല മടിയുള്ള കാര്യമാണ് കേട്ടോ. അമ്മ പറയും ആരെങ്കിലും കണ്ട് ശ്രദ്ധിക്കും, അങ്ങനെയുള്ള ചെറിയ പേടിയെല്ലാം ഒരു മടിയാണ് കേട്ടോ ശരിക്കും. പക്ഷെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി. നമുക്കൊരു 20 മിനിറ്റോളം ബസ്സിൽ പോകാൻ കേട്ടോ. ശരിക്കും നമ്മളെ ടൗൺ എടക്കരയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റോളം ബസ്സിൽ യാത്ര ചെയ്യാനുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടെ സംസാരിച്ച് അവിടെ പോയി. അമ്മയ്ക്ക് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡ്രസ്സ് നോക്കാനാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഷോപ്പിലെത്തി നമ്മൾ അമ്മയ്ക്കൊരു ടോപ്പാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മയ്ക്ക് വേറെ ചുരിദാർ വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ച് ഫംഗ്ഷനും കാര്യമൊക്കെ വരാനുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ചുരിദാറൊക്കെ വാങ്ങാനെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചുരിദാർ നോക്കുമ്പോഴേക്കും അനിയത്തി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ക്ലാസ് കഴിഞ്ഞെങ്കിൽ അവളെയും കൂടെ കൂട്ടിയിട്ട് ചുരിദാർ നോക്കാൻ പോകാമെന്നാണ് വെച്ചത്. അപ്പോൾ അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവളെ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെയിലത്ത് ഞാനും അമ്മയും കൂടെ അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവൾ ആ ഷോപ്പിലേക്ക് വന്നു കേട്ടോ. അവിടെ നിന്ന് അമ്മയ്ക്ക് ചുരിദാറൊക്കെ നോക്കി. അമ്മയ്ക്ക് ഇഷ്ടമായ ചുരിദാർ, അമ്മയ്ക്ക് ഈ ചുരിദാർ അത്രയ്ക്ക് ഇഷ്ടമായില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാനും അനിയത്തി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് അമ്മ എന്നാൽ അത് മതി എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ പിന്നെ മാറി നിന്നിട്ട് അമ്മയ്ക്ക് വേണ്ട ഒരു ചുരിദാർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അതിനുശേഷം അനിയത്തിയുടെ സ്റ്റഡ്, സെക്കൻഡ് സ്റ്റഡ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു തട്ടാൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ നോക്കി. അവൾ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി, പക്ഷേ അവളെ കൊണ്ട് പറ്റണില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ ചേട്ടൻ തന്നെയാണ് നമുക്കത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2-3 ആവശ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. ഈ വെയിൽ കാരണം അടിച്ച് നിന്നതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ദിവസം വൈകിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. നമ്മൾ ചായയും ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബേക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളധികം ബേക്കറി ഐറ്റംസ് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ ഹോൾസെയിൽ ഷോപ്പാണ്, അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളധികം ഇവിടെ നിന്നാണ് ബേക്കറി വാങ്ങാനുള്ളത്. അപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക് വേണ്ട കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ, കുറച്ച് ബേക്കറിയൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ഒരു അരമണിക്കൂറോളം നമുക്ക് അവിടെ തന്നെ പോയിട്ടോ. അപ്പോഴേക്കും 4 മണി 4:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അച്ഛൻ വരുമ്പോഴേക്കും പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ തിരിച്ച് ബസ്സിലൊക്കെ കയറി. ബസ് എടുക്കാൻ കുറച്ച് ടൈം വൈകി. അങ്ങനെ ഞാനും അമ്മയും അനിയത്തിയും കൂടെ ബസ്സിലൊക്കെ കയറി. ഇനി ഇപ്പോഴൊന്നും ഇങ്ങനെ ഒരു പോക്കുണ്ടാവില്ല കേട്ടോ, കാരണം വീട്ടിൽ വരുമ്പോഴേ അമ്മയുടെ കൂടെ ഇങ്ങനെ പുറത്ത് പോവാറുള്ളൂ. അപ്പോൾ ഇതന്നെ, ഈ ഒരു യാത്ര തന്നെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് മാറ്റി വെച്ച് ലാസ്റ്റ് ഇന്നാണ് കേട്ടോ നടന്നത്. എന്തായാലും അമ്മയ്ക്ക് പുറത്ത് പോകണം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഞങ്ങളും കൂടെ ഉണ്ടെങ്കിൽ അമ്മ കുറച്ചും കൂടെ ഹാപ്പിയാണ്. അതുകൊണ്ട് പിന്നെ അനിയത്തിയും കൂടെ കൂട്ടിയിട്ട് നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. അധികം വൈകുന്നേരം നല്ല മഴയാണ് ഉണ്ടാവല്, പക്ഷെ ഇന്ന് നല്ല വെയിലായിരുന്നു പുറത്തൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. നമ്മൾ തിരിച്ച് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നമുക്ക് വീട്ടിലേക്ക് നടക്കാണ്ട് കേട്ടോ, ഒരു 10 മിനിറ്റോളം. അപ്പം ഞങ്ങൾ ഈ വാങ്ങിയ സാധനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചിങ്ങനെ പോരുകയാണ് കേട്ടോ. ശരിക്കും അമ്മയ്ക്ക് വീഡിയോ എടുക്കണം നല്ല മടിയുള്ള കാര്യം. അപ്പം